എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന വളരെ രുചികരമായ ഒരു പൈനാപ്പിൾ പച്ചടിയാണ് ഇന്ന് ഓൺബോർഡിൽ. ഇതിനായി നമുക്ക് വേണ്ടിയത് പൈനാപ്പിൾ ഒരു മീഡിയം സൈസിൽ ചോപ്പ് ചെയ്തെടുത്തത് 2 കപ്പ്. നെക്സ്റ്റ് തേങ്ങ അരച്ചൊഴിക്കാനായിട്ട് 1/2 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് വെള്ളം. ഇത് നന്നായി അരച്ചെടുക്കാം. പൈനാപ്പിൾ പച്ചടിയിൽ നമ്മൾ കടുക് അരയ്ക്കുന്നില്ല. കുക്ക് ചെയ്തതിന് ശേഷം കടുക് ചതച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് 1/4 ടീസ്പൂൺ കടുക് ചതച്ച് വയ്ക്കാം. പൈനാപ്പിൾ പച്ചടിക്ക് ആവശ്യമായ സാധനങ്ങൾ: 2 കപ്പ് പൈനാപ്പിൾ, തേങ്ങ അരച്ചെടുത്തത്, ഒരൽപ്പം ശർക്കര, 1 കപ്പ് പുളിയില്ലാത്ത കട്ടിയുള്ള തൈര്, 1/4 ടീസ്പൂൺ കടുക് ചതച്ചെടുത്തത്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില. പാൻ ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഇനി കറിവേപ്പിലയും വറ്റൽമുളകും ഈ എണ്ണയിൽ മൂപ്പിച്ച് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി പൈനാപ്പിൾ കുക്ക് ചെയ്തെടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. മധുരം കൂട്ടാനായി 1 ടീസ്പൂൺ ശർക്കര ചേർക്കാം. പഴുത്ത പൈനാപ്പിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ശർക്കരയോ ഷുഗറോ വേറെ ആഡ് ചെയ്യണമെന്നില്ല. ഇങ്ങനെ മീഡിയം ഹീറ്റിൽ പൈനാപ്പിൾ വഴറ്റിയെടുക്കുന്നതുകൊണ്ട് അതിലുള്ള ഷുഗറൊക്കെ ഒന്നുകൂടെ ഒന്ന് ക്യാരമലൈസ് ആയി അതിനൊരു റിച്ച് ഫ്ലേവർ കിട്ടും. പൈനാപ്പിൾ ഇങ്ങനെ വഴറ്റി അതിലെ ജ്യൂസൊക്കെ വറ്റുമ്പോഴേക്കും ഇതിലോട്ട് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് ഇളക്കണം. തൊടുകറിയായിട്ട് കൂട്ടുന്നതുകൊണ്ട് ഇതിൽ അധികം വെള്ളം ആഡ് ചെയ്തിട്ടില്ല. കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റോളം ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം മുമ്പ് മാറ്റിവെച്ച വഴറ്റിയ കറിവേപ്പിലയും വറ്റൽമുളകും ചതച്ചു വെച്ച കടുകും ചേർത്ത് ഇളക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരൽപ്പം കൂടി ആഡ് ചെയ്യാം. അധികം പഞ്ചസാരയോ ശർക്കരയോ ആഡ് ചെയ്യാതെ വളരെ രുചികരമായ പൈനാപ്പിൾ പച്ചടി എളുപ്പത്തിൽ ഇങ്ങനെ തയ്യാറാക്കാം. ഈസി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.